Hello guys, welcome back to the channel Civil Engineering Updated. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KPSC ഓവർസിയർ തേർഡ് ഗ്രേഡ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൺലൈനായിട്ട് ഡെയിലി സൂം ക്ലാസ് നടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ വഴി ഡയറക്റ്റ് ആക്സസിബിലിറ്റി കിട്ടും, ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് pH വാല്യൂ ഓഫ് സ്ട്രോങ് കോസ്റ്റിക് സോഡ ഈസ് അബൌട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് pH വാല്യൂ എന്താണെന്നാണ്. ഓക്കെ, pH വാല്യൂവിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് pH സ്കെയിലാണ്. pH സ്കെയിൽ എന്തൊക്കെയാണ്? pH സ്കെയിൽ കാണുന്ന ഒരു ഡയഗ്രാമിൽ നമുക്ക് pH സ്കെയിലിൻ്റെ ഫുൾ റിപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, 7 എന്ന് പറയുന്നത് ന്യൂട്രൽ വാല്യൂ, ബേസ് വാല്യൂ മാക്സിമം ബേസ് എന്ന് പറയുന്നത് 14, അതേപോലെ ആസിഡിക് എന്ന് പറയുന്നത് മാക്സിമം ആസിഡിക് അല്ലെങ്കിൽ എക്സ്ട്രീം ആസിഡിക് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആസിഡിസിറ്റി കോസ് ആവുന്നത്? അത് മെയിൻലി ഡ്യൂ ടു H പോസിറ്റീവ് അയൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയൺ കാരണമാണ് ആസിഡിറ്റി കോസ് ആകുന്നത്. ഓക്കെ, അതേപോലെ ബേസിസിറ്റി എന്തുകൊണ്ടാണ് ആവുന്നതെന്ന് വെച്ചാൽ OH നെഗറ്റീവ് അയൺ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇത് കാരണമാണ് ബേസിസിറ്റി ജനറേറ്റ് ആവുന്നത്. സോ ന്യൂട്രൽ 17 to 14 എന്ന് പറഞ്ഞത് ബേസിക് റീജിയൻ ആണ്. അതേപോലെ ആസിഡിറ്റിക് റീജിയൻ അല്ലെങ്കിൽ ആസിഡിക് ബിഹേവിയർ കാണിക്കുന്നത് 1 to 7 വരെയാണ്. 7 എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ വാല്യൂ ആണ്. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എഴുതിക്കുന്നത് pH വാല്യൂ ഓഫ് സ്ട്രോങ് കോസ്റ്റിക് സോഡ ഈസ് അബൌട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി ആൻസർ ബേസിക് ആയതുകൊണ്ട് 13 ആയിരിക്കും. ഇതേപോലെ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഹൈഡ്രോണിയം അയൺ അല്ലെങ്കിൽ H പോസിറ്റീവ് അയൺ ആയിരുന്നു ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ റേഞ്ച് 7ൻ്റെ താഴെയായിട്ട് വരും. ഓക്കെ, അതായിരുന്നു ബേസിക് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബോക്സ് എക്സ്റ്റെൻറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾസ്. ഓക്കെ, ബോക്സ് എക്സ്റ്റെൻറ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ബോക്സ് എക്സ്റ്റെൻറ്റ്, ആദ്യം നമുക്ക് സെക്സ്റ്റൻറ്റും ബോക്സ് എക്സ്റ്റെൻറ്റും എന്താണെന്നാണ് അറിയേണ്ടത്. സോ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബോക്സ് എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു വളരെ ഹാൻഡി ആയിട്ട് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഷിപ്സിൽ മൂവിങ് ചെയ്യുമ്പോഴോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബോക്സ് എക്സ്റ്റെൻറ്റ്. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പൽ ബേസിൻ്റെ ഒരു വെർഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഇതെടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് സെക്സ്റ്റെൻറ്റ്. സെക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു ആർക്കാണ് അല്ലേ, ഒരു ആർക്ക്, ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ 1/6 ഓഫ് സർക്കിൾ ആയിരിക്കും. 1/6 ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ 1/6 ഓഫ് 360 ഡിഗ്രി. അപ്പോൾ ആൻസർ വരുമ്പോൾ 60 ഡിഗ്രി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഈ ആർക്കിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൽ ബേസ് എന്ത്? ഡബിൾ റിഫ്ലാക്ഷൻ എന്ന പ്രിൻസിപ്പളിലാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ റിഫ്ലാക്ഷൻ ആകുമ്പോൾ 60 × 2. ഓക്കെ, അപ്പോൾ 120 ഡിഗ്രി നമുക്ക് കിട്ടും. സോ അത് കാരണമാണ് നമ്മൾ 120 ഡിഗ്രി അഡോപ്റ്റ് ചെയ്യുന്നത്, ഈ പ്രിൻസിപ്പൽ കാരണമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ആൻസർ നോക്കാം. ബോക്സ് എക്സ്റ്റെൻറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾസ് അപ് ടു 60 ഡിഗ്രി, up to 180 degree, up to 120 degree with 1 minute accuracy, up to 90 degree with 1 minute accuracy എന്നാണ് ഓപ്ഷൻ. സോ നമ്മുടെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞോട് ഇത് 60 × 2 ആയതുകൊണ്ട് നമ്മൾ ഇതിനെ 120 ആയിട്ട് കൺസിഡർ ചെയ്യും. 120 എടുക്കുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഡബിൾ റിഫ്ലക്ഷൻ എന്ന ഒരു പ്രിൻസിപ്പൽ ബേസ് ആയതുകൊണ്ട് ഇത് 120 ആകും. അത് കാരണമാണ് നമ്മൾ ഇതിനെ 120 ഡിഗ്രി ഇൻ്റെ റേഞ്ചിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി പ്രാക്ടിക്കൽ വാല്യൂ നോക്കുകയാണെങ്കിൽ 130 റേഞ്ചിൽ വരും. ഓക്കെ, ഇൻ കേസ് 120 and 130 ചോദിച്ചില്ലെങ്കിൽ കൂടുതൽ അപ്രോപ്രിയേറ്റ് വാല്യൂ 130 ആണ്. ഇതാണ് ബേസിക് ഇൻഫോർമേഷൻ അബൌട്ട് ബോക്സ് എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കറക്ഷൻ ഫോർ സാഗ് ഈസ് എന്നാണ്. ഓൾവേസ് സബ്ട്രാക്റ്റീവ്, അഡിക്റ്റീവ്, ഓൾവേസ് സീറോ, സബ്ട്രാക്റ്റീവ് ആൻഡ് സംടൈംസ് സീറോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ട്രൈപോഡ് സ്റ്റാൻഡ്, രണ്ട് സൈഡിലും ട്രൈപോഡ് സ്റ്റാൻഡിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, രണ്ട് സൈഡിലും ട്രൈപോഡ് സ്റ്റാൻഡിനെ കൺസിഡർ ചെയ്തിട്ട് താഴെ നമുക്ക് വെയിറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. കുറച്ച് വെയിറ്റ് നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഓക്കെ, ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ഏത് സ്റ്റീലാണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെഷർമെൻറ്റ് യൂണിറ്റ് ആണോ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഇടയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കും ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നോട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സാഗിങ് ബിഹേവിയർ കാണാൻ പറ്റും ആ ഒരു ചെയിൻ അല്ലെങ്കിൽ മെറ്റലിൽ. ഓക്കെ, അതിൻ്റെ വേരിയേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അത്
ഫസ്റ്റ് വാല്യൂ, അതായത് നമ്മൾ ആദ്യം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ച വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ ആണ്. അതേപോലെ താഴത്തെ സാഗ് ആവുന്ന വാല്യൂ അല്ലെങ്കിൽ കർവ് ആവുന്ന വാല്യൂ മെഷേർഡ് വാല്യൂ ആണ്. ഓക്കെ, ഇതാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്. എറർ എന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ എന്നാണ് എററിൻ്റെ ഡെഫിനിഷൻ. അതേപോലെ കറക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് എറർ, അല്ലെങ്കിൽ നമുക്ക് കറക്ഷനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. അപ്പോൾ ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റും മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലും ട്രൂ വാല്യൂ എന്ന് പറഞ്ഞത് കുറഞ്ഞ ഒരു വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവിൻ്റെ ഇൻഫ്ലുവൻസ് കൂടും. അപ്പോൾ അത് കാരണം നമ്മൾ കറക്ഷനെ ഓൾവേസ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. സോ അത് കാരണമാണ് കറക്ഷൻ നെഗറ്റീവ് ആയത്. ഇതാണ് ബേസിക് ഒരു സാഗിൻ്റെ ഡീറ്റെയിലിംഗ്. ഓക്കെ, ദ കറക്ഷൻ ഫോർ സാഗ് ഈസ് ഓൾവേസ് സബ്ട്രാക്റ്റീവ് അല്ലെങ്കിൽ ഓൾവേസ് നെഗറ്റീവ്. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. ടൈപ്പ് ഓഫ് ട്രസ് യൂസ് ഫോർ സ്പാൻ വേരിയിങ് ഫ്രം 5 to 8 മീറ്റർ. അതിനാണ് നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് സ്പാൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പോസ്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കിങ് പോസ്റ്റ്. കിങ് പോസ്റ്റ് ട്രസ് ഉണ്ട്, ക്യൂൻ പോസ്റ്റ് റൂഫ് സ്ട്രെസ് ഉണ്ട് അല്ലേ. കിങ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെൻറ്ററിൽ പോയിന്റ് ലോഡിനെ റിപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ ക്യൂൻ പോസ്റ്റ് ആണെങ്കിൽ രണ്ട് സൈഡിൽ പോയിന്റ് ലോഡ് വരും. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് വരും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കിങ് പോസ്റ്റിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 5 to 8 മീറ്റർ വരെയാണ് നമ്മൾ നോർമലി അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ക്യൂൻ പോസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 8 to 12 മീറ്ററാണ് ക്യൂൻ പോസ്റ്റിൻ്റെ സ്പാൻ. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ്. അടുത്തത് എന്ന് പറയുന്നത് മൻസാർഡ് റൂഫ് ട്രസ് ആണ്. ഇതിൽ ഡയഗ്രാമിൽ തന്നെ കാണാൻ പറ്റും. മൻസാർഡ് റൂഫ് സ്ട്രെസ്സിൻ്റെ എക്സാമ്പിൾ നോക്കണമെങ്കിൽ നിങ്ങളുടെ വീട് ഓടിട്ട വീടാണെങ്കിൽ അത് മൻസാർഡ് റൂഫ് സ്ട്രെസ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, കാണാൻ പറ്റും ഇത് ക്യൂനിൻ്റെയും കിങ്ങിൻ്റെയും കോമ്പിനേഷനാണ്. മുകളിൽ കിങ്ങും താഴെ ക്വീനും, അങ്ങനെയാണ് ഇതിൻ്റെ റിപ്രസെൻറ്റേഷൻ. ഓക്കെ, അതാണ് ഇതിന് മൻസാർഡ് റൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് 12 to 30 മീറ്റർ ആണ്. ഓക്കെ, ഇതിൻ്റെ സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് 12 to 30 മീറ്റർ ആണ് മൻസാർഡ് റൂഫ് സ്ട്രെസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പോസിറ്റ് റൂഫ് സ്ട്രെസ്. കമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്പോസിറ്റ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എഞ്ചിനീയറിംഗ് ടെർമിനോളജിയിൽ നമ്മൾ കമ്പോസിറ്റ് എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ ടിമ്പർ ആൻഡ് സ്റ്റീൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ കമ്പോസിറ്റ് റൂഫ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ടിമ്പർ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഒരു കംപ്രഷൻ പാർട്ടിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ടെൻഷൻ കംപ്രഷൻ പാർട്ടിൽ യൂസ് ചെയ്താൽ അത് ഫെയിൽ ആവും, ബിക്കോസ് അത് വീക്ക് ഇൻ കംപ്രഷനാണ്. അതേപോലെ ഈ ഒരു ലോങ്കിറ്റ്യൂഡിനൽ പാർട്ടിൽ നമുക്ക് സ്റ്റീൽ യൂസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അത് സ്ട്രോങ് ഇൻ ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് ഇമ്പാർട്ട് ആകുമ്പോൾ അത് ഡയറക്റ്റ് സ്റ്റീൽ ഫുൾ എടുക്കാൻ പറ്റുന്ന ഒരു കപ്പാബിലിറ്റി ഉണ്ട് ആ സ്റ്റീൽ എന്ന മെറ്റീരിയൽ. സോ അത് കാരണമാണ് നമ്മൾ സ്റ്റീലും ടിമ്പറും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻസിപ്പൽ ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതായിരുന്നു ബേസിക് ഡെഫിനിഷൻ എല്ലാത്തിൻ്റെയും. സോ ടൈപ്പ് ഓഫ് സ്ട്രെസ് യൂസ് ഫോർ സ്പാൻ വേരിയിങ് 5 to 8 എന്നാണ് ചോദിച്ചിരുന്നത്. സോ അതിൻ്റെ ആൻസറാണ് കിങ് പോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മോട്ടോർ ജോയിൻറ്റ് ഓൺ വിച്ച് മെഷീനറി യൂണിറ്റ്സ് ആർ ലെയ്ഡ്. ഹൊറിസോണ്ടൽ മോട്ടോർ ജോയിൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മോട്ടോർ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 ബ്രിക്കിനെ ഞാൻ കേസസ് കൺസിഡർ ചെയ്യുകയാണ്. സോ നമുക്ക് 3 ബ്രിക്ക് നമ്മൾ ചുമ്മാ ഇങ്ങനെ യോജിച്ച് വെച്ചാൽ അത് ജോയിൻ ആകത്തില്ല. സോ നമുക്ക് എന്തെങ്കിലും അത് ബൈൻഡിങ് എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് മോട്ടോർ ജോയിൻറ്റ്. ഈ കാണുന്ന ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടർ അതിനെ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മോട്ടോർ ജോയിൻറ്റ്. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സോ ഇതിൻ്റെ മോട്ടോർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, ഈ ബ്രിക്ക് ലേ ചെയ്ത ഒരു പോർഷനും പിന്നെ ഈ വെർട്ടിക്കൽ പോർഷനും ആ സ്ഥലത്താണ് നമ്മൾ മോട്ടോർ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്, ബ്രിക്കിനെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വെർട്ടിക്കൽ പോർഷന് പറയുന്ന പേരാണ് പെർട്ടൻറ്റ് എന്ന് പറയും. ഓക്കെ, അതേപോലെ ഈ ഹൊറിസോണ്ടൽ പോർഷൻ ബെഡ് പോലെ ഇരിക്കുന്ന പറയുന്ന പേരാണ് ബെഡ്. ഓക്കെ, ഓൺ വിച്ച് ബ്രിക്ക് ലേ ചെയ്യുന്ന ഒരു സർഫസ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ബെഡ്. ഓക്കെ, പിന്നെ ലാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, ഈ ഒരു വെർട്ടിക്കൽ പോർഷൻ ടു ഇതിൻ്റെ കോഴ്സ്, മുകളിലുള്ള കോഴ്സിൻ്റെ ഡിഫറൻസ്, ഈ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ഈ വെർട്ടിക്കൽ പോർഷൻ ടു മുകളിലുള്ള കോഴ്സിൻ്റെ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ ലാപ്പ് എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു ബേസിക് ഡെഫിനിഷൻ. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സ്ട്രെച്ചർ.
ബ്രിക്കിൻ്റെ ലോങ്കിറ്റ്യൂഡിനൽ അലോങ് എന്ന് പറയുന്ന വാല്യൂ ആണ് സ്ട്രെച്ചർ എന്ന് പറയും. അതേപോലെ വിഡ്ത്തിൻ്റെ അക്രോസ് എന്ന് പറയുന്നത് നമ്മൾ ഹെഡർ എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി എന്ന് പറയുന്നത് ഫ്രോഗ് ആണ്. ഫ്രോഗ് ജനറലി ബ്രിക്സിൻ്റെ മുകളിലാണ്. അത് ആക്ച്വലി മാനുഫാക്ചറിൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും അതിനാണ് ആക്ച്വലി നമ്മൾ ഫ്രോഗ് കൊടുക്കുന്നത്. പിന്നെ മെയിൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷിയർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ ഫ്രോഗ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്രോഗ് കൊടുത്താൽ ഇതിൽ മോട്ടർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ബ്രിക്ക് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർലോക്കിംഗ് വളരെ കൂടുതലായിരിക്കും. സോ ആ ഒരു അഡ്വാൻറ്റേജും ഫ്രോഗിലുണ്ട്. സോ അതാണ് ജനറൽ ഡെഫിനിഷൻ. സോ ഹൊറിസോണ്ടൽ മോട്ടർ ജോയിൻറ്റ് ഓൺ വിച്ച് മെഷീനറി ഈസ് ലെയ്ഡ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറാണ് സി. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ മുറം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ മുറമിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് റോക്ക് നോക്കാം. ടൈപ്സ് ഓഫ് റോക്ക് എന്ന് പറയുമ്പോൾ ഇഗ്നിയസ് റോക്ക് ഉണ്ട്, സെഡിമെൻ്ററി റോക്ക് ഉണ്ട്, മെറ്റമോർഫിക് റോക്ക് ഉണ്ട്. ഓക്കെ, സോ ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാവ കൺസിഡർ ചെയ്യുവാണ്. ഇതിൻ്റെ മാഗ്മ പോർഷനെ ഇതിൻ്റെ മാഗ്മ ഫോമിനെ സോളിഡിഫൈഡ് ചെയ്ത ഒരു റോക്ക്, അതിനെ പറയുന്ന പേരാണ് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, ലാവ ആണെങ്കിൽ അതിന് മാഗ്മ ഉണ്ട്, അതിനെ നമ്മൾ സോളിഡിഫൈഡ് ചെയ്ത ഒരു ഫോമിനെ ആ പേര് പറയുന്നതാണ് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോൺ ആണ്. സോ അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സീയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സീലിൻ്റെ താഴെ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സീയിൽ നമുക്കൊരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു റോക്കിൻ്റെ ഡെപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ആക്ച്വലി ലൈംസ്റ്റോൺ. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ അക്വാട്ടിക് പ്ലാന്റ്, അക്വാട്ടിക് ലൈഫ്സ് അതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അത് എക്സ്പയർ ആകുമ്പോൾ താഴെ പോയി ഡിപ്പോസിറ്റ് ആകും. കുറേ വർഷങ്ങൾ ഇയേഴ്സ് എടുത്ത് ഡിപ്പോസിറ്റ് ആയി ഒരു വൈറ്റ് കളർ സർഫസ് ആയി, അങ്ങനെ അതും പിന്നും കുറേ വർഷം കഴിഞ്ഞ് ഒരു റോക്കായി മാറും. അതിനെ പറയുന്ന പേരാണ് ലൈംസ്റ്റോൺ. സോ അത് സെഡിമെൻ്ററി റോക്കിൻ്റെ ഒരു ടൈപ്പാണ്. സോ അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഡിപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽസ്, അതിനെ ഇയർ ബൈ ഇയർ വേരിയേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്ന റോക്കിൻ്റെ പേരാണ് സെഡിമെൻ്ററി റോക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്കാണ്. മെറ്റമോർഫിക് റോക്ക് എന്ന് വെച്ചാൽ കൺവേർട്ടഡ് ഫ്രോം ഓഫ് സെഡിമെൻ്ററി ഓർ ഇഗ്നിയസ് റോക്ക്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു മോഡിഫൈ ചെയ്ത വെർഷന് നമുക്ക് പറയാൻ പറ്റും മെറ്റമോർഫിക് റോക്ക്. ഓക്കെ, സോ സെഡിമെൻ്ററി അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു മോഡുലേറ്റ് ചെയ്ത് ഒരു റോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെറ്റമോർഫിക് റോക്ക്. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ മുറം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റമോർഫിക് റോക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫോർ ഫോഴ്സ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ഇൻ വൺ പോയിൻറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്കൊന്നും അറിഞ്ഞൂടാ. സോ നമുക്ക് ബേസിക്കായിട്ട് നോക്കാം. കോൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യണം. ഒബ്ജക്റ്റിൽ ഇപ്പോൾ നമ്പർ ഓഫ് ഫോഴ്സ് 5 ഫോഴ്സസ് ആണ്. 5 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എല്ലാം എക്സ്റ്റീരിയറിലോട്ടാണ് ആക്ട് ആവുന്നത്. സോ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ്, ഇപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റിനെ പറയുന്ന പോയിൻ്റാണ് കോൺകറൻറ്റ് പോയിൻ്റ്. അതിനെ നമ്മൾ ഫോഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയും. അത് എല്ലാ ലൈനിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ലൈൻ ഓഫ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് മീറ്റ് ചെയ്യും. അത് ഇപ്പോൾ 3 ഫോഴ്സസ് എടുക്കുകയാണെങ്കിൽ അതൊരു പോയിൻ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കൺകറൻറ്റ് ഫോഴ്സസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഫോഴ്സ് ഒരു പ്ലെയിനിൽ ആക്ട് ആവുകയാണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് കോപ്ലേനാർ ഫോഴ്സ്. ഓക്കെ, ഒരു പ്ലെയിനിൽ ആക്ട് ആവുകയാണെങ്കിൽ നമ്മളതിനെ കോപ്ലേനാർ ഫോഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇതേപോലെ വേറൊരു പ്ലെയിനിലാണ് ആക്ട് ആകുന്നതെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് 3 ഡയമെൻഷനാണ് XYZ ഒരു നിങ്ങൾ ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വേറെ പ്ലെയിനിൽ ഫോഴ്സ് ആക്ട് ആകുകയാണെങ്കിൽ നമ്മൾ അതിനെ നോൺ കോപ്ലേനാർ ഫോഴ്സസ് എന്ന് പറയും. ഓക്കെ, വേറെ ഫോഴ്സ് ആണെങ്കിൽ വേറെ പ്ലെയിൻ ആണെങ്കിൽ നോൺ കോപ്ലേനാർ ഫോഴ്സസ് എന്ന് പറയും. അതേപോലെ നോൺ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണ്. സോ ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ആവുന്നു, ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ആകുന്നു, ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ആകുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരിക്കലും മീറ്റ് ആവത്തില്ല. കാണാൻ പറ്റും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരിക്കലും മീറ്റ് ആവത്തില്ല. അങ്ങനത്തെ ഒരു പറയുന്ന പേരാണ് നോൺ കൺകറൻറ്റ് ഫോഴ്സസ്. സോ അതായിരുന്നു ബേസിക് ഡെഫിനിഷൻ. ഓക്കെ, സോ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മീറ്റ് ആകുന്ന ഒരു പോയിന്റിൽ മീറ്റ് ആയാൽ നമ്മൾ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയും. മീറ്റ് ആയില്ലെങ്കിൽ നോൺ കൺകറൻറ്റ് ഫോഴ്സസ്. ഒരു പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഫോഴ്സസിനെ നമ്മൾ പറയുന്നത് കോപ്ലേനാർ ഫോഴ്സ്.
പ്ലെയിനിൽ ഡിഫറെൻറ്റ് പ്ലെയിനിൽ ലൈ ചെയ്യുമ്പോൾ നോൺ കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഷീറ്റ് സാൻഡ്വിച്ച്ഡ് ബൈ എ ലെയർ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസിക് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇത് നോർമൽ ഒരു കേസാണ്. ഇപ്പോൾ നോർമൽ ഗ്ലാസ്സിൽ നമ്മൾ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അത് ഡയറക്റ്റ് പെനിട്രേറ്റ് ആയി ബ്രേക്കായി പോകും. ഓക്കെ, നമ്മളൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിലാണ് നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു റെഡ് ലെയർ. ഈ റെഡ് ലെയറിനെ പറയുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് റെഡ് ലെയർ. ഓക്കെ, സോ ആദ്യം നമ്മുടെ ഗ്ലാസ് ലെയറാണ്. ഗ്ലാസ് ലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ പ്ലാസ്റ്റിക് ലെയറിൽ പോകും. പ്ലാസ്റ്റിക് ലെയറിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ലെയർ ഈ ഇമ്പാക്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ സഡൻ ഫോഴ്സസിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ലാറ്ററൽ മൂവ്മെൻറ്റിൽ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ലെയർ ബൈ നമ്പർ ഓഫ് ലെയർ പ്ലാസ്റ്റിക് ലെയർ കൂടുതലാക്കിയാൽ അത് കൂടുതൽ ബുള്ളറ്റ് പ്രൂഫ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഈ ഒരു ഇമ്പാക്റ്റ് ഫോഴ്സിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്താണ് നമ്മൾ ബുള്ളറ്റ് പ്രൂഫായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വിനൈൽ റിസൈൻ പ്ലാസ്റ്റിക് ആണ്. ബട്ട് നമ്പർ ഓഫ് പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്ത് പ്ലാസ്റ്റിക് ആയാലും പ്ലാസ്റ്റിക് ആണ് ഇമ്പോർട്ടൻറ്റ് ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ സാൻഡ്വിച്ച് ബൈ എ ലെയർ ഓഫ് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് പഗ് മിൽസ് ആർ യൂസ്ഡ്. അതിൻ്റെ ആൻസറാണ്. സോ നമുക്ക് മാനുഫാക്ചറിങ് എന്താണെന്ന് ലൈറ്റായിട്ട് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. മാനുഫാക്ചറിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. ഓക്കെ, പിന്നെ റോളറിൽ ഇതിനെ ഗ്രിഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ മോൾഡിങ് കൊടുക്കും. ഇതിന് ഒരു ഷേപ്പ് കൊടുക്കും, റിക്വയർഡ് ഷേപ്പ്, നമ്മൾ കാണുന്ന ഷേപ്പ് കൊടുക്കും. ഓക്കെ, അത് മോൾഡ് യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, പിന്നെ നമ്മൾ മോൾഡിങ് ചെയ്യും, പിന്നെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഇതിനെ കൂളിങ്ങിൽ വെക്കും. ഹീറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ കൂളിങ്ങിൽ വെക്കും, പിന്നെ നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യും, പിന്നെ നമ്മൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്, സെക്കൻഡ് മോൾഡിങ് ചെയ്യും, തേർഡ് എന്ന് പറയുന്നത് ബേണിംഗ് ആണ്, ഫോർത്ത് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ്, പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. പിന്നെ പഗ് മിൽ എന്ന് പറയാറുണ്ട്. സോ പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറിങ്ങിൻ്റെ, അതായത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുക എന്നാണ് ടെമ്പറിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. അത് പഗ്ഗിങ് അല്ലെങ്കിൽ പഗ് മില്ലിൽ ചെയ്യുവാണെങ്കിൽ പഗ്ഗിങ് എന്ന് പറയും. ഇൻ കേസ് അത് നമ്മൾ അനിമലിൻ്റെ ഫുട് പ്രിൻറ്റ് അല്ലെങ്കിൽ അനിമലിനെ യൂസ് ചെയ്ത് നമ്മൾ അതിന് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നീഡിങ് എന്ന് പറയും. സോ പഗ്ഗിങ് മിൽ എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ മീൻ മാനുഫാക്ചറിങ് ഓഫ് ദ ബ്രിക്ക് പഗ് മിൽസ് ആർ യൂസ്ഡ്, അത് നീഡിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻട്രോഡ് നോക്കാം. ഇത് തിയോഡലൈറ്റ് ആണ്, ഇത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്, ഇത് ഡംപി ലെവലാണ്, ഇത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇതിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിയോഡലൈറ്റിൻ്റെ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തിയോഡലൈറ്റിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഡംപി ലെവൽ ഓൺലി ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെർട്ടിക്കലായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെറ്റപ്പ് കണ്ടാലേ അറിയാൻ പറ്റും, നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, വെർട്ടിക്കലായിട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് തിയോഡലൈറ്റിൽ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും രണ്ടും എടുക്കാൻ പറ്റും. അത് കാരണം നമ്മൾ ഹൈറ്റും എടുക്കാൻ പറ്റും. ഇപ്പോൾ ഏരിയ ലെങ്ത് മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ അതും മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഡംപി ലെവലിൽ ഹൊറിസോണ്ടൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് നമ്മൾ ബിയറിങ്ങിന് വേണ്ടിയാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബിയറിങ്ങിൽ നമ്മൾ നോർമലി അഡോപ്റ്റ് ചെയ്യുന്നത്
പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. ഇതിൻ്റെ നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. കൈവച്ച് വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ പോലും ആവശ്യം ഇതിൽ വരുന്നതില്ല. ഓക്കെ, ഇതിൻ്റെ മെയിൻ ബിക്കോസ് ഓഫ് ഈ ഒരു അലൂമിനിയം റിംഗ് കാരണമാണ് ഇതിൻ്റെ ഈസി ബാലൻസിങ്. ഇതിൻ്റെ താഴെയായിട്ടാണ് ആക്ച്വലി നീഡിൽ വരുന്നത്. ഓക്കെ, സോ ബാലൻസിങ് വളരെ ഈസിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏരിയയിൽ നമുക്ക് എക്സാക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തെങ്കിലും റീഡിങ് അല്ലെങ്കിൽ ചെയിൻ സർവേ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലേസിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തെങ്കിലും റീഡിങ് എടുക്കണമെങ്കിൽ നമ്മൾ ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ് നമ്മൾ ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇതായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ദ ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ അത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇതായിരുന്നു ബേസിക് ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് സൂമിൽ ക്ലാസ് ഡെയിലി ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ആക്റ്റീവ് ഡിസ്കഷൻ നടക്കാറുണ്ട്. പിന്നെ നിറയെ സ്റ്റുഡൻസ് നല്ല ആക്റ്റീവ് ഇൻട്രാക്ഷനും ചെയ്യാറുണ്ട്. സോ ഡൗട്ടും ക്ലിയർ ആവാറുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ വഴി ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.